ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കാൻ ശ്രമിച്ച ഭീകരർക്ക് പുതിയ രൂപത്തിൽ ഒരു പണി നൽകുകയാണ്. അവരെത്രത്തോളം പോകുന്നു എന്ന് നോക്കാൻ വേണ്ടി കുറെ കയറൂരി വിട്ടുകൊടുത്തു നോക്കി. തീവ്രവാദവും ഭീകരതയും ഈ രാജ്യത്തെ വരിഞ്ഞു മുറുക്കുമ്പോഴും അവർ വീണ്ടും വീണ്ടും ഈ രാജ്യത്തിന്റെ മാറ് പിളർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കേരളത്തിൽ അവർക്ക് പ്രത്യേകം സംസ്ഥാനം വേണമെന്നും ഈ രാജ്യം ഒരിക്കൽ കൂടി മതത്തിന്റെ പേരിൽ ഒന്ന് ഭാഗിച്ചു കിട്ടണമെന്നും ഒക്കെ പറഞ്ഞ് അവർ ഒരുപാട് സംഘങ്ങളായി സംഘടനകളായി അവർ യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ രാജ്യത്തിന്റെ അമരക്കാർ ഒന്ന് തീരുമാനിച്ചു, ഇതിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. കാരണം പോയി 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 ഈ രാജ്യത്തിന്റെ അടിത്തറയാണ് ഇവർ മാന്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ മതേതരത്വം നിലനിൽക്കണമെങ്കിൽ, നാനാജാതി വിഭാഗങ്ങൾക്കും സമാധാനത്തോടുകൂടി ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങളാണ് ഭീകരതയെയും തീവ്രതയെയും ചെറുക്കാൻ വേണ്ടത്. ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയാൻ ദേശീയ ഭീകരവിരുദ്ധ നയമാണ് രൂപീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരുങ്ങുന്നത്. മന്ത്രാലയത്തിന്റെ വാർഷിക അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഭീകരരഹിത ഭാരതം കെട്ടിപ്പടുക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം കൈവരിക്കുന്നതിനു വേണ്ടി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി രാജ്യം മുന്നോട്ട് നീങ്ങുകയാണ്. കർശന നടപടികളിലൂടെ ജമ്മു കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചെന്നും ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ടിലൂടെ ചൂണ്ടിക്കാണിച്ചു. ശക്തമായ നടപടികളിലൂടെ ഭീകരവാദത്തെ ഇല്ലാതാക്കുന്നതിനും ഭീകരവാദത്തിനെതിരായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും നരേന്ദ്രമോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് റിപ്പോർട്ട് പറയുന്നു. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിച്ച നരേന്ദ്രമോദി സർക്കാരിന് രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിച്ചു. ഭീകരവാദം 1% പോലും ശേഷിക്കാതെ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഭാരതം നീങ്ങുകയാണ്. ഇതിനുവേണ്ടി ഉടൻ തന്നെ ദേശീയ ഭീകരവിരുദ്ധ നയം രൂപീകരിക്കും. ബഹുമുഖ സമീപനങ്ങളിലൂടെ ഭീകരരഹിത ജമ്മു കാശ്മീർ കെട്ടിപ്പടുക്കുകയാണ്. സുരക്ഷാ സേനകൾ ഭീകരതയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുമ്പോൾ തീവ്രവാദത്തിനും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും നിരോധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സൈന്യത്തിന് പിന്തുണ നൽകുന്നു. കാസിം, ഗുജ്ജാർ, ഗോൾഡി ബ്രാർ തുടങ്ങിയ ഭീകരവാദികളായി പ്രഖ്യാപിച്ച ആളുകൾ എമ്പാടുമുണ്ട്. ഇവിടെ ഹിസ്ബുത്ത് തഹ്രീർ ഷാം ഉൾപ്പെടെ 9ഓളം സംഘടനകൾക്ക് നിരോധനം ഏർപ്പെടുത്തി. ഭീകരർക്ക് ധനസഹായം ലഭിക്കുന്നത് തടയാൻ സംയോജിത പദ്ധതി തയ്യാറാക്കി. ഭീകരതയ്ക്കെതിരായ സന്ധിയില്ലാത്ത പോരാട്ടത്തിന്റെ വിജയമാണ് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സമാധാനം. തെരഞ്ഞെടുപ്പിലെ ഉയർന്ന പോളിംഗ് ശതമാനവും ഇത് വ്യക്തമാക്കുന്നു. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ സാധിച്ചതുകൊണ്ട് ഒരു പരിധിവരെ ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീവ്രവാദം ഇല്ലാതാക്കാൻ സാധിച്ചു എന്ന് പറയില്ല. ചുരുക്കം ചില മേഖലകളിൽ നിലനിൽക്കുന്ന മാവോയിസ്റ്റ് ഭീകരവാദം അന്ത്യശ്വാസം വലിക്കുവാണിപ്പോഴും. രഹസ്യാന്വേഷണ വിഭാഗം കൂടുതൽ ഊർജിതമാക്കി. സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചു. രാജ്യത്തെ സൈബർ സുരക്ഷാ മേഖലയ്ക്കെതിരായ ഭീഷണികൾ നേരിടാൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനുകളിലും 5000 സൈബർ കമാൻഡോകളെ നിയമിക്കും. പുതുതായി വികസിപ്പിച്ച ഡിജിറ്റൽ ക്രിമിനൽ കേസ് മാനേജ്മെന്റ് സിസ്റ്റം തീവ്രവാദത്തിനും സംഘടിത കുറ്റകൃത്യങ്ങൾക്കുമെതിരെ NIA ശക്തിപ്പെടുത്തുമെന്നും റിപ്പോർട്ടിലുണ്ട്. വിവിധ ഏജൻസികളുടെ ഏകോപനവും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഏത് സുരക്ഷാ വെല്ലുവിളിയും നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പലപ്പോഴും ഒരുപാട് തീവ്രവാദ സംഘടനകൾ, ഭീകര സംഘടനകൾ ഭാരതത്തെ ലക്ഷ്യം വയ്ക്കാറുണ്ട്. പ്രത്യേകിച്ച് ഖലിസ്ഥാൻ ഭീകര. ഇപ്പോ പ്രയാഗ്രാജ് മഹാകുംഭിനെ ലക്ഷ്യം വയ്ക്കുമെന്ന ഖലിസ്ഥാൻ ഭീകരനായ ഗുർബന്തുവന്ത് സിംഗ് പന്നു, അയാളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. അതിന് പിന്നാലെ മറുപടിയുമായി ഭാരതീയ അഖാര പരിഷത്ത് രംഗത്ത് വന്നു. മഹാകുംഭത്തിൽ കടന്നു കയറാൻ പന്നൂൻ ധൈര്യം കാണിച്ചാൽ അയാളെ അടിച്ചോടിക്കുമെന്നാണ് ഭാരതീയ അഖാര പരിഷത്ത് പ്രതികരിച്ചത്. വളരെ പരസ്യമായി തന്നെ ഈ ഭീകരർ ഈ രാജ്യത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. പന്നു നമ്മുടെ മഹാകുംഭത്തിൽ കയറാൻ തുനിഞ്ഞാൽ അടിച്ചു തുരത്തുമെന്നും
ഇത്തരത്തിൽ നൂറുകണക്കിന് ഭ്രാന്തന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നും സിഖുകാരും ഹിന്ദുക്കളും ഒന്നാകുന്ന മഹാമേളയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. പന്നു പറഞ്ഞ ഭിന്നിപ്പിക്കുന്ന കാര്യം ഉചിതമല്ല. സനാതനധർമ്മം സംരക്ഷിച്ച സിഖ് സമൂഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭിന്നിപ്പിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള പന്നുവിൻ്റെ ശ്രമങ്ങൾ അടിസ്ഥാനരഹിതമാണ്. നമുക്ക് നാഗസാധുക്കൾ ഉള്ളതുപോലെ അവർക്കും സിഖുകാർക്ക് നാഗസാധുക്കൾ അവരുടെ വിശ്വാസമായിരിക്കും. രണ്ടും ഒന്ന് തന്നെയാണെന്നും സനാതന്റെ പടയാളികളാണെന്നും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇത്തരം ഭ്രാന്തുകൾ പറഞ്ഞ് പന്നു പല തവണകളിലായി നരേന്ദ്രമോദിയെയും ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യക്കകത്ത് മുഴുവനും ബംഗ്ലാദേശികളും പാക്കികളും ഒക്കെ കുടിയേറിയതായിട്ട് നമുക്കറിയാം. കേരളം അതിനേക്കാൾ വലിയ രൂപത്തിൽ ഖ്യാതി കേൾക്കുന്ന രാജ്യമായി മാറുകയാണ്. കേരളത്തിൽ നിന്ന് പിടികൂടിയ ബംഗ്ലാദേശ് പൗരനായ കൊടുംഭീകരനെ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് പിടിയിലായ MP ഷാബു ഷെയ്ഖ് എന്ന 32കാരൻ അൽ-ഖ്വയ്ദയുടെ സ്ലീപ്പർ സെൽ അംഗമായി പ്രവർത്തിച്ച വ്യക്തിയാണെന്നാണ് റിപ്പോർട്ടുകൾ. തന്നെയുമല്ല, ഇയാൾ ബംഗ്ലാദേശി തീവ്രവാദ സംഘടനയായ അൻസാറുള്ള ബംഗ്ലാ ടീമിന്റെയും സജീവ പ്രവർത്തകനാണെന്നാണ് NIA പറഞ്ഞത്. ആസാം സർക്കാർ UAPA ചുമത്തിയതിനെ തുടർന്ന് കേരളത്തിൽ ഒളിവ് ജീവിതം നയിച്ചു വരികയായിരുന്നു ഇയാൾ. അപ്പൊ കേരളം എത്രമാത്രം സുരക്ഷിതമായ താവളമാണ് ഇവർക്കൊന്ന് നോക്കിയത് തന്നെയാണ് സാക്കിർ നായിക്കും പറഞ്ഞത്. കേരളം പോലെ ഒരു സംസ്ഥാനമുണ്ട് ഇവിടെ. ആ കേരളത്തിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും, പൊയ്ക്കോ അങ്ങോട്ട്. നിങ്ങളുടെ മതതീവ്രവാദവും ഭീകരതയും ഒക്കെ വളർത്താനും സ്പ്രെഡ് ചെയ്യാനും പറ്റിയ സംസ്ഥാനമാണ് കേരളം. ഇനി എത്ര പേര് ഇതുപോലെ ഇവിടെ ഉണ്ടാകുമെന്ന് ആർക്കറിയാം. ഇന്ത്യയിൽ കടന്ന് ആസാം പൗരൻ എന്ന വ്യാജേന പാസ്പോർട്ട് ഉണ്ടാക്കുന്നു. ഇയാൾ അങ്ങനെ കേരളത്തിലെത്തുന്നു. ഇയാളെ കാസർഗോഡ് പടന്നക്കാട് നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇയാളെ സഹായിക്കാൻ ഇവിടെ ആൾക്കാരില്ലാത്തത് കൊണ്ടാണോ? 2018 തൊട്ട് കാസർഗോഡ് കേന്ദ്രീകരിച്ച് ഇയാളുടെ പ്രവർത്തനം നടക്കുവാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് എന്ന വ്യാജേന ഒളിവ് ജീവിതം. 1 മാസം മുമ്പാണ് പടന്നക്കാട് എത്തുന്നത്. അതിനെ തുടർന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം കെട്ടിട നിർമ്മാണ ജോലി. വ്യാജരേഖകൾ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. കേരളത്തിൽ ഇയാളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നു. പടന്നക്കാട് ഓവർബ്രിഡ്ജിന് സമീപത്തെ വാടക ക്വാർട്ടേഴ്സിൽ വളഞ്ഞാണ് ആസാം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഇയാളെ പിടികൂടിയത്. 18-ാം തീയതി പുലർച്ചെ 5-ാം തീയതിയാണ് പോലീസ് പ്രതിയുടെ വാടകമുറി വളഞ്ഞത്. ആസാമിൽ ബോംബ് സ്ഫോടന കേസുകളിലും പ്രതിയാണ് ഇയാൾ. അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ, ഇതര സംസ്ഥാനങ്ങളിൽ എത്ര വലിയ ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് വന്നാലും ശരി, കേരളത്തിൽ ഇവരെ 2 കൈയും കൂട്ടി സ്വീകരിക്കാൻ ആൾക്കാരുണ്ട്. അവർക്ക് സുരക്ഷിതമായ താമസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ, ആരും അവരെ പിടിക്കാത്ത രൂപത്തിലുള്ള ജോലികൾ, ഒളിവ് ജീവിതങ്ങൾ, എന്തിനേറെ ബാങ്ക് അക്കൗണ്ടുകൾ, വ്യാജ ആധാർ കാർഡുകൾ, പാസ്പോർട്ടുകൾ, എല്ലാ രേഖകളും വ്യാജമായി നിർമ്മിച്ചു നൽകാനും ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസം നൽകിയവരെ വളർത്തിക്കൊണ്ടുവരാനും നമ്മുടെ നാട്ടിൽ ആളുണ്ട്. കേരളം എന്ത് മാറിയല്ലേ. നന്ദി.